ഖുർആൻ യാത്രയുടെ 18-ാം ദിവസം. സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൻ നൂർ, ഒപ്പം സൂറത്തുൽ ഫുർഖാൻ്റെ ആദ്യത്തെ 20 സൂക്തങ്ങൾ. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ജുസ് 18. വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസികളുടെ ഉന്നത സ്വഭാവ മഹിമകളെക്കുറിച്ചും ഒപ്പം ധാർമ്മിക സദാചാര ജീവിതത്തിലെ മര്യാദകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ജുസ് ആണിത്. സ്വർഗം അവകാശമാക്കുന്ന സത്യവിശ്വാസികളുടെ 7 ഗുണങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ്. മണ്ണിൽ നിന്ന് ഭ്രൂണമായി പിന്നീട് അസ്ഥികൂടമായി മാറുന്ന സൃഷ്ടിപ്പിലെ അത്ഭുത ഘട്ടങ്ങളെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആദ്യ ഭാഗങ്ങളിൽ, വിശേഷിച്ചും 14-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് തിന്മയെ നന്മ കൊണ്ട് തടയേണ്ടതെന്ന് ഈ സൂറത്തിൻ്റെ 96-ാം സൂക്തത്തിൽ പരാമർശമുണ്ട്. മറ്റുള്ളവരുടെ കോപത്തെയും നന്മ കൊണ്ട് എങ്ങനെ നേരിടാം എന്ന പാഠവും ഇതിലുണ്ട്. മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള മറയാണ് ബർസഖി ജീവിതമെന്നും അതിലേക്കുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ പ്രധാനപ്പെട്ട മുന്നൊരുക്കമാകണമെന്നും 100-ാം സൂക്തം പറയുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ സംഭവിച്ച അപവാദ പ്രചരണവുമായി ബന്ധപ്പെടുത്തിയ ഒരു സംഭവത്തിന് വിശദീകരണം നൽകി വിശ്വാസികൾ പാലിക്കേണ്ടുന്ന സ്വഭാവ മര്യാദകളെ വിശദീകരിക്കുന്ന സൂറത്തായിരുന്നു സൂറത്തുൻ നൂർ. സൂറത്തുൻ നൂറിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദത്തെ, ഹാദിസത്തുൽ ഇഫ്കിനെയാണ് വിശദീകരിക്കുന്നത്. നല്ല മര്യാദകളെ വിശദാംശങ്ങൾ സഹിതം പരിചയപ്പെടുത്തുന്ന ഈ സൂറത്തിൽ മറ്റൊരാളുടെ വീട്ടിൽ സമ്മതമില്ലാതെ കയറരുതെന്നും അനുവാദത്തിനായി സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്തെന്നും വിശദീകരിക്കുകയാണ് 27-ാം സൂക്തത്തിൽ. കണ്ണുകളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധിക്ക് നല്ലതാണെന്നും വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അത് ഒരുപോലെ ബാധകമാണെന്നും 30-ാം സൂക്തത്തിൽ പരാമർശമുണ്ട്. ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തുൻ നൂർ 35-ാം സൂക്തം പരാമർശിക്കുന്നത്. കൊച്ചുകുട്ടികൾ പോലും മുതിർന്നവരുടെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഈ സൂറത്തിന് അവസാനം പരാമർശമുണ്ട്. സൂറത്തുൽ ഫുർഖാനിന്റെ ആദ്യ ഭാഗത്തിൽ, അതായത് ഈ ജുസ്ഇന്റെ അവസാന ഭാഗത്തിൽ, സത്യാസത്യ വിവേചകമായി വന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ മേന്മയെക്കുറിച്ചും ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചുറ്റുമുള്ളവർ അതിശയോക്തി കലർന്ന രൂപത്തിൽ ചോദിച്ച സംശയങ്ങളെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്.